ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിടുന്നു. യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനായി. നന്ദി നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനായി. തിരുകരമെന്നെ താങ്ങി വൻപ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയതാ. തിരുകരമെന്നെ താങ്ങി വൻപ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയതാ. യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനായി. നന്ദി നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനായി. ദൈവം ഓർത്തുകൊള്ളട്ടെ. ഇത് ദൈവത്തിന്റെ വചനമായിട്ട് നമുക്കായിരിക്കാൻ സർവശക്തൻ ദൈവം എന്ന സഹായിച്ചായിട്ട് ദൈവത്തെ സ്മരിക്കുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കുന്ന കാലഘട്ടം ഇങ്ങനെയാണ്: ദൈവഗീതം അറിയണമെങ്കിൽ ദൈവത്തിനായി കാത്തിരിക്കുക. നാം ദൈവഗീതം അറിയണമെങ്കിൽ ദൈവസന്നിധി നാം കാത്തിരിക്കണം. ദൈവസന്നിധി കാത്തിരുന്നാൽ മാത്രമേ അതിന് ദൈവസന്നിധി കാത്തിരിക്കണം. പ്രാർത്ഥനയോട് കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം ഉത്തരം നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാൻ കഴിയും. നമ്മൾ ചിന്തിക്കും, പ്രവർത്തിക്കും, നാം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉത്തരം കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് പലപ്പോഴും നമുക്കൊരു സംശയമുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ പ്രാർത്ഥനയോട് ദൈവം അതിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം കാര്യത്തെ വിജയകരമായി മാറ്റം ചെയ്യുമ്പോൾ നാം എന്ത് ചെയ്യണം? ഒന്നുകൂടെ നമ്മുടെ ദൈവസ്ഥലം കാത്തിരുന്ന് അത് ഉറപ്പാക്കണം. ഇന്ന് ഉദാഹരണം എടുത്തത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു സംഭവം. ഇത് അബ്രഹാമിന്റെ ദാസനായ എലിയേസർ അബ്രഹാം എന്ത് ചെയ്തു? തന്റെ ദാസനെടുത്ത് തന്റെ മകന് വേണ്ടി ഒരു പെണ്ണ് കാണുവാൻ അവൻ പറഞ്ഞിരുന്ന സമയത്താണ് ഇദ്ദേഹം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് അബ്രഹാം പറഞ്ഞ് ആ ദാസനെടുത്ത്, നീ കാനാന്യ സ്ത്രീകൾ യാതൊന്നും എടുക്കാതെ എന്റെ മകന് വേണ്ടി പെണ്ണ് കാണാതെ എന്റെ ഭവനത്തിലോട്ട് അല്ലെങ്കിൽ എനിക്ക് ബന്ധത്തിലുള്ള അടുക്കളയിൽ പോയി എന്റെ മകന് വേണ്ടി ഒരു പെണ്ണ് എടുക്കണമെന്ന് പറഞ്ഞ് സത്യം മേടിച്ച് അവനെ പറഞ്ഞു വിട്ട സമയത്താണ് നാം ഈ വാക്യം വായിക്കുന്നത്. ആ ദാസൻ ചെയ്ത് യജമാന്റെ ഒട്ടങ്ങളിൽ 10 ഒട്ടങ്ങളിലും യജമാനുടെ വിവിധമായ വിശേഷ വസ്തുക്കളിൽ കൊണ്ട് പുറപ്പെട്ട് മെസൊപ്പൊത്താമ്യയിൽ നാഹോരിന്റെ പട്ടണത്തിൽ ചെന്നു.
അബ്രഹാമോട് അവൻ എന്ത് സത്യം ചെയ്തു അതിനു വേണ്ടി അവൻ കടന്നുപോയി ആ ദേശത്തിൽ ചേർന്നപ്പോഴാണ് നമ്മൾ വായിക്കാൻ കഴിയുന്നത്. 11-ാം വാക്യം. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വന്ന സമയത്ത് അവൻ ഒട്ടൊരു പട്ടണത്തിൽ പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞു നിന്നാൽ അവൻ എന്ത് പറഞ്ഞു? അതാണ് വായിക്കാൻ പോകുന്നത്. വായിക്കാം 12-ാം വാക്യം. എലിയേസ് ചെയ്ത് പ്രാർത്ഥിച്ചു. നാം ആദ്യം ചെയ്യേണ്ടത് ദൈവിക വഴികളിൽ ആ വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു അടയാളം നമുക്ക് ചോദിക്കാം. നമ്മൾ അങ്ങനെ ഒരു അടയാളം ചോദിക്കുമ്പോൾ അതിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുമെങ്കിൽ നമുക്കറിയാൻ കഴിയും ദൈവം ഈ കാര്യം നമുക്ക് അനുകൂലമായി ദൈവം നൽകുവാൻ ദൈവഗീതത്തിൽ നമുക്ക് തിരിച്ച് അറിയുവാൻ കഴിയും. അവർ ഈ ജോലിക്കാരൻ അല്ലെങ്കിൽ ആ വീട്ടിന്റെ അബ്രഹാമിന്റെ എന്താണ് പ്രാർത്ഥിച്ച് എന്റെ യജമാനെ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനെ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. ഞാൻ കടന്ന കാര്യം എനിക്ക് ഇന്ന് തന്നെ ആ കാര്യത്തിന്റെ ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചത് മാത്രമല്ല, അതിന് അവർ എന്ത് പ്രാർത്ഥിച്ച് ഇതാ ഞാൻ നിനക്ക് ഇരിക്കുന്നത്, ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു, നിന്റെ പാത്രം എനിക്ക് കുടിപ്പാൻ തരേണം എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കുക, നിന്റെ ഒട്ടകൾക്കും കുടിപ്പാൻ കൊടുക്കും എന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസഹാക്കിന് നിയമിച്ചവള ഇരിക്കട്ടെ, നീ എന്റെ യജമാനോട് കൃപ ചെയ്ത് എന്ന് നാൾ അതിനാൽ ഗ്രഹിക്കും. അതോ അപേക്ഷ എന്തായിരുന്നു? ഞാൻ കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ ഈ കുടിക്കുക മാത്രമല്ല നിന്റെ ഒട്ടകൾക്കും ഞാൻ വെള്ളം കൊടുക്കും എന്ന് നിയമിച്ച സ്ത്രീ തന്നെ എന്റെ യജമാനത്തെ കർത്താവ് നിയമിച്ച വ്യക്തിയെ ഞാൻ അതിനാൽ ഗ്രഹിക്കുമെന്ന് അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത്, അവൻ പറഞ്ഞു തീരും മുമ്പേ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ വചനം വരുന്നത് അബ്രഹാമിന്റെ സഹോദരനായ നാഹോറിന്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെഥൂവേലിന്റെ മകൻ റെബെക്ക തോന്നി പാത്രവുമായി വന്നു. മാത്രമല്ല ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞാല് വളരെ അതിസുന്ദരിയും പുരുഷ തൊടാതെ കന്യകയുമായിരുന്നു. അവർ കിടക്കി ഇറങ്ങി പാത്രം ഇറച്ചി കയറി വന്നു. അവർ വെള്ളം തോന്നി വന്നു. ഉടനെ ദാസൻ മലയാള വാക്യം ഉടനെ ദാസൻ അവരുടെ അടുക്കൽ ഓടി എതിരേക്ക് നിന്റെ പാത്രത്തിൽ വെറുതെ കുറെ എനിക്ക് കുടിപ്പാൻ കരയണം എന്ന് അവൻ പറഞ്ഞപ്പോ എന്താണ് സംഭവിച്ചത്? ഉടനെ അവൾ ചെയ്ത് വെള്ളം അവൾ കുടിക്കുവാൻ ഇടയായി. വേഗത്തിൽ ആ പാത്രം ഇറങ്ങി അവൾ കുടിക്കുവാൻ അവൾ എന്ത് ചെയ്ത് വെള്ളം കൊടുത്തു. അവൻ എന്ത് പ്രാർത്ഥിച്ചോ അതേപോലെ തന്നെ അവൻ വെള്ളം കൊടുത്ത് മാത്രമല്ല ഞാൻ നിന്റെ ഒട്ടുകൾക്കും വെള്ളം കൊടുക്കും എന്ന് അവൾ പറയുന്നു. ദാസൻ എന്താണ് പ്രാർത്ഥിച്ചത്? തന്റെ യജമാനു വേണ്ടി പെണ്ണ് കാണിച്ചതാണ്. എന്താണ് പ്രാർത്ഥിച്ചത്? ഞാൻ കുടിക്കാൻ വെള്ളം ചോദിക്കും, അവൾ വെള്ളം കൊടുക്കണം. അതേപോലെ അവൾ പറയണം എന്റെ ഒട്ടുകൾക്കും അവൾ വെള്ളം കൊടുക്കണമെന്ന് പറയണം. അവൾ പ്രാർത്ഥിച്ച അതേപോലെ ഈ അബ്രഹാമിന്റെ ബന്ധത്തിലുള്ള പെണ്ണ് കടന്നു വന്ന് അവൾ കുടിക്കാൻ വെള്ളം കൊടുത്ത് അടുത്ത പറഞ്ഞത് നിന്റെ ഒട്ടുകൾക്കും ഞാൻ വെള്ളം കൊടുക്കുമെന്ന് അവർ പറഞ്ഞു കോരിക്കൊടുത്തു. വായിച്ചോ? ഇല്ല, 20 വാക്യം. വായിച്ചോ 20 വാക്യം. അവൾ പ്രാർത്ഥിച്ച ആ വിഷയത്തിന്റെ മേൽ അവൾ മറുപടി കിട്ടി. പക്ഷെ എങ്കിലും അവൾ എന്ത് ചെയ്തു? ദാസൻ എന്തിനു വേണ്ടി കർത്താവ് തന്റെ കാര്യത്തെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടത് അവൻ ഒരിക്കൽ കൂടെ അവൻ എന്ത് ചെയ്തു? ആക്കിയിരുന്നു. അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചതാണ്. ശരിയാണ്. ഈ അറിഞ്ഞതാണ് ഇത് അബ്രഹാമിന്റെ ബന്ധു തന്നെയാണോ എന്ന് ഒരു സംശയം അറിയത്തില്ല. അത് അവരുടെ ബന്ധുവാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചതുകൊണ്ട് എങ്കിലും അവൻ വെയിറ്റ് ചെയ്തു.
അപ്പയുടെ ശരി കണ്ട ഒട്ടണം വെള്ളം കൊടുക്കും. നിങ്ങൾ വിചാരിക്കപ്പോഴല്ല ഒരു ഘട്ടത്തിൽ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒട്ടകം 200 ലിറ്റർ വെള്ളം കുടിക്കും. ആലോചിച്ച് നോക്കാം. അങ്ങനെ 10 ഒട്ടകം വെള്ളം കുടിക്കുന്നത് എന്തുമാത്രം ജോലിയായിരുന്നു. ആ കുളം എത്ര വെളുത്ത തണിയത്തില്ല. അത്രയ്ക്ക് കഠിനമായ ജോലിയാണ് ആ റെബേക്ക ചെയ്യുന്നത്. നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ വളരെ ഈസിയായിട്ട് തോന്നും. എത്ര മണിക്കൂർ അറിയാമോ? ഈ ഒട്ടകത്തിന്റെ പ്രത്യേകത ആ വെള്ളം കുടിക്കും, അതേപോലെ ആ വെള്ളം തന്റെ ശരീരത്തിൽ തന്നെ അത് സ്റ്റോർ വെക്കും. അങ്ങനെ ഒരു പ്രത്യേക ഒരു മൃഗമാണ് ഈ ഒട്ടകം. ഈ 10 ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന സാധാരണ വിഷയമല്ല. അത്രയ്ക്ക് കഠിനമായ ജോലി അങ്ങനത്തെ പഠിക്കുന്നത് കടക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹം ചെയ്ത് ആ ദാസൻ ചെയ്ത് വളരെ ഉറ്റുനോക്കി യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നുമല്ല. നമ്മുടെ കാര്യം സാധിച്ചോ ഇല്ലയോ നമ്മൾ ചെയ്ത് അവിശ്വാസം ഒന്നും അവൻ പറഞ്ഞിട്ടില്ല, അവിശ്വാസം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ ചെയ്ത് മിണ്ടാതെ കാത്തുന്നത് തന്റെ യാത്രയെ ദൈവം സഫലമാക്കിയോ ഇല്ലയോ എന്ന് അവൻ കാത്തിരുന്നു. പലപ്പോഴും നമ്മുടെ പ്രശ്നം പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കും, ഏകദേശം നടക്കുന്നത് പോലെ തോന്നും, ചില വിഷയം നടന്നില്ല. നമ്മൾ ചെയ്യോ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്യോ അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞ് നമ്മൾ തന്നെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി മാറും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്നാൽ ഇത് ദൈവത്തിന്റെ മക്കളെങ്കിൽ ദൈവത്തിന്റെ അധികാരം, അതേ അധികാരം ദൈവം നിങ്ങളുടെ നാവിലും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവിശ്വാസ വാക്ക് നിങ്ങളുടെ വായുവിന്റെ മറന്നു. ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷ രീതി കാണത്തില്ല. പക്ഷേ പക്ഷെ ഉള്ളിൽ പറയണോ ഇല്ല, ദൈവം എന്നെ ജയമായി നടത്തും, എന്നെ വിടുവിക്കും, കർത്താവിന്റെ വഴി തുറക്കും എന്നെ ഒരു ധൈര്യത്തിലെ നിന്ന് നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുമ്പോൾ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക. ചില സാഹചര്യങ്ങളുടെ മുൻപിൽ എല്ലാം അടയ്ക്കപ്പെട്ടതുപോലെ കാണപ്പെടും. ഇനി നമുക്ക് ഇനി വഴിയിലേക്ക് ചിന്തിക്കും. പക്ഷെ നമ്മുടെ കർത്താവ് എവിടെ വഴിയില്ലോ അവിടെയാണ് വഴി തുറക്കുവാൻ പറഞ്ഞത്. അതിന് വിശ്വാസം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. പക്ഷെ ഇവിടെ ദാസൻ ചെയ്തു തന്റെ കാര്യം സഫലമാക്കുകയും അവർ ചെയ്തു കാത്തിരുന്ന് മിണ്ടാതിരുന്നു. വായിച്ചോ. അവർ ഒട്ടകൾക്ക് അവർ കൊടുത്തപ്പോൾ അവർ കുറച്ച് ബലസാധനമുള്ള കാര്യങ്ങൾ അവർ കൈ കൊടുക്കുവാൻ ഇടയായി. അത് എന്താണ് പറയുന്നത്? അരശേക്കൽ തൂക്കമുള്ള ഒരു പൊൻമുഖത്തിയും പൊൻമുഖത്തിയും പൊൻവളയും അവർക്ക് കൊടുത്ത ശേഷം അവർ ചെയ്ത് ചോദിച്ച് 23 വാക്യം. അപ്പോ ദാസൻ ചെയ്തു അവനോട് ചോദിച്ചപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് തന്റെ അപ്പനും അമ്മയെ കുറിച്ച് പറയുവാൻ ഇടയായി. അത് മാത്രമല്ല, നമുക്ക് സ്ഥലമുണ്ട്, ഒട്ടകൾക്ക് പല സ്ഥലമുണ്ട്, വൈക്കോലും മീനുമുണ്ട് എല്ലാം പറഞ്ഞ ശേഷം ഇത് കേട്ടപ്പോൾ ദാസൻ ചെയ്ത് യഹോവയെ നമസ്കരിച്ചു. അവർ പലപ്പോഴും നമ്മുടെ പ്രശ്നം ദൈവം പ്രാർത്ഥന പുത്രൻ നൽകും. പക്ഷെ പുത്രൻ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ദൈവത്തിന് നന്ദി പറയാനില്ല. നമ്മുടെ പരാജയം അവിടെയാണ്. പക്ഷെ ഈ ദാസൻ വളരെ കൃത്യമായിട്ട് ദൈവത്തെ നമസ്കരിച്ച്, അത് മാത്രമല്ല അവൻ പറഞ്ഞ കാലം വായിക്കാം 27 വാക്യം. അവൻ നമസ്കരിച്ച് മാത്രമല്ല അവൻ എന്ത് പറഞ്ഞ്, എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവയെ വാഴ്ത്തപ്പെട്ടവൻ, അവൻ എന്റെ യജമാനോടുള്ള ധൈര്യവും വിശ്വസ്തയും ഉപേക്ഷിച്ചില്ല. ഈ യാത്രയിൽ യഹോവ എന്റെ യജമാന്റെ സഹോദരന്റെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോൾ നാം എന്ത് ചെയ്യണം? നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയും. നമ്മൾ രാവിലെ ഇരിക്കുമ്പോഴും നമുക്ക് ദൈവസന്നിധി നന്ദി പറയണം. രാത്രികാലം നമ്മൾ സുഖമായി ഉറങ്ങി ദൈവം ജീവിതത്തിൽ ഒരു ദിവസം നമുക്ക് ദാനമായി നൽകിയെങ്കിൽ അത് നമുക്ക് നന്ദി പറയാം. നാം ഭക്ഷണം കഴിക്കുമെങ്കിൽ നമുക്ക് അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. നമ്മുടെ ജോലിയൊക്കെ ദൈവം എല്ലാം നല്ല രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുവാൻ ശരീരത്തെ കർത്താവ് ബലപ്പെടുത്തുന്നതായി നമുക്ക് നന്ദി പറയാം. രാത്രികാലം കിടക്കുമ്പോഴും എന്ത് ചെയ്യാം? ഈ ദിവസം മുഴുവനും ദൈവത്തിന്റെ സംരക്ഷണമായി നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി കരയേക്കാൻ കഴിയും. നമ്മൾ ചെയ്യുന്നുണ്ടോ? ചെയ്താൽ തീർച്ചയായിട്ടും ദൈവം ഓരോ നാളും പഴയ കൃഷ്ണമണി പോലെ പാതുകാത്ത് നമ്മെ വഴി നടത്തും. അപ്പോ ഈ ദാസൻ ചെയ്ത് തന്റെ യാത്രയെ കർത്താവ് എങ്ങനെ ഒരുക്കി, കർത്താവിന്റെ അടുക്കൽ അവർ അപേക്ഷ വെച്ചു. ആ അപേക്ഷ പ്രകാരം ദൈവം അവനെ നടത്തി. പക്ഷെ ആ നടത്തിയപ്പോൾ അവർക്ക് എന്റെ കാര്യത്തെ കർത്താവ് സഫലമാക്കുകയോ എന്ന് ചെയ്ത് അവർ കാത്തിരുന്നു. അവസാനം ആ സ്ത്രീ ചോദിച്ചപ്പോൾ ദൈവം ദൈവത്തെ അവർ നമസ്കരിക്കുവാൻ ഇടയായി, ദൈവത്തോട് നന്ദി പറയുവാൻ ഇടയായി. ഞാൻ പറഞ്ഞു, നമ്മുടെ ഏത് വിഷയമാകട്ടെ നമുക്ക് ദൈവസന്നിധിയിൽ ചിലപ്പോൾ ദൈവം അറിയണമെങ്കിൽ ചില സംശയങ്ങൾ നമുക്ക് കർത്താവെ ഒരു അടയാളം ദൈവസന്നിധിയിൽ നമുക്ക് ചോദിക്കുവാൻ കഴിയും. അങ്ങനെ ഒരു അടയാളം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അതിന് ഉത്തരം നമുക്ക് നൽകും.